പൊങ്ങുക. അപ്പം അതുകൊണ്ട് കഴിയുന്ന എപ്പോഴും നമ്മളെല്ലാം ബാപ്പ എന്താ ദർസ് വന്ന് നിർത്തിക്കഴിഞ്ഞാൽ ഷാബാൻ നിർത്തിക്കഴിഞ്ഞാൽ ഞാൻ കണ്ടതാണ് ഏത് സമയത്ത് ഖുർആൻ ശരീഫ് ആ 20 രാവിലെ മുതൽ എന്താണ് മഗ്‌രിബ് വരെ ബാപ്പ ഇങ്ങനെ ഖുർആൻ നോക്കി. നമ്മൾ ചെയ്ത അമൽ സ്വീകരിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എങ്കിലും അള്ളാഹുവിൻ്റെ അടുത്ത് റബ്ബിൻ്റെ ഭരണം എൻ്റെ എന്താണ് ആ ഖുർആൻ ഷരീഫ് റബ്ബിൻ്റെ റമളാൻ മാസത്തിൽ ഞാൻ ഓതിയിട്ടുണ്ട്. ആ ഖുർആൻ്റെ ബർക്കത്ത് കൊണ്ട് റബ്ബിയെ നമ്മൾ നീ രക്ഷപ്പെടുത്തണേ എന്ന് പറയാൻ നമ്മൾ ഖുർആൻ ഓതണ്ടേ? ഓതാണ്ട് രക്ഷപ്പെടുത്താമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും എൻ്റെ ഉസ്താദന്മാരും തഅലീമിങ്ങളും അയാൾ വരണ്ടെന്നല്ല കേട്ടോ, എനിക്ക് കൂർത്തത്തങ്ങ പറഞ്ഞ് ഇനി അയാൾ വരണ്ടാന്ന് ബഹുമാനമുള്ള കഴിയുന്നത്ര നിങ്ങൾ ഖുർആൻ ഹാത്ത്. ഞാൻ എൻ്റെ ഫോറ് പറയുന്നതല്ല, പിന്നെ ഷാഫി റളിയല്ലാഹുവിനെല്ലാം ഖുർആൻ ഹാത്ത് എത്രയോ ഓതി. അപ്പോൾ എന്തുകൊണ്ട് ഞമ്മക്ക് ഓതിക്കൂടാ? എന്തുകൊണ്ട് ഞമ്മക്ക് ഓതിക്കൂടാ? ഒരു മനസ്സിലായിക്കൂടെ? ഞാൻ പിന്നെ റമളാൻ 28 വർഷം ഓതിയിരുന്നു. 28 ഇരുന്ന് ഓതിയതാണ്. ഞാൻ എൻ്റെ ഫോറ് പറയുന്നല്ലോ കേട്ടോ. നിങ്ങളെക്കാട്ടി തെറ്റ് ഞാനാ ചെയ്യുന്നത്. കാരണം 24 മണിക്കൂർ കാണുന്നതിൽ ഇബ്ലീസായ പെണ്ണുങ്ങളെയാണ് തന്നെ മതി നമ്മളെ കാണണം. ബഹുമാനമുള്ള ഇരുന്ന് ഓതിയതാണ്. എന്താ പള്ളിയിൽ തന്നെ അവർ ഇരുന്ന് ഓതിയതാണ്. അപ്പോൾ ഓതാൻ കഴിയുമെന്ന് ഉറപ്പായി. നമ്മളങ്ങൊന്ന് ഇരുന്ന് കൊടുത്താൽ മതി. അതാണ് വേണ്ടത്. ബഹുമാനമുള്ള അത് ചെയ്യണം നിങ്ങൾ. എല്ലാവരും വെറുതെ മൊബൈലും വെച്ച് ഉള്ള സമയം വെറുതെ ആവശ്യമെല്ലാം അത് കളയാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കൽബെല്ലാം എന്താണ് കേടായി വരുന്നത്. അള്ളാഹു അതിനെ തൊട്ടല്ലേ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹ് കുറേ ഓഫർ ചെയ്തല്ലോ ആ മാസത്തിൽ. ഇപ്പോൾ ഗവൺമെൻറ് ഇവിടെ എന്താണ് ചില മാസങ്ങളിൽ എന്താണ് ഓഫർ ചെയ്യേണ്ടത്? 10 കിലോ അരി അല്ലെങ്കിൽ എന്താണ് 15 കിലോ എന്താണ് പഞ്ചസാര എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവിതരണത്തിൽ അങ്ങ് കയറും കയറ്റം. എന്നാൽ ബഹുമാനമുള്ള മോമിനീങ്ങളെ അള്ളാഹു ഓഫർ ചെയ്യുമ്പോൾ അതിന് നമുക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. അതിന് എന്താണ് നമ്മൾ മത്സരമോട്ടോ ഒന്നുമില്ല. അത് അവിടെ കിടക്കട്ടെ. ഇങ്ങോട്ട് നമ്മൾ അതല്ല വേണ്ടത്. അള്ളാഹുവിൻ്റെ ഓഫർ എന്താണ്? ആ റമളാൻ മാസം എന്താണ്? പിന്നെ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുകയും നരകത്തിൻ്റെ വാതിൽ അടക്കപ്പെടുകയും അതുപോലെ തന്നെ എന്താണ് ശൈത്താൻ ഇട്ടതും അതുപോലെ തന്നെ ഒരു ലൈലത്തുൽ ഖദ്റും അതുപോലത്തെ റാഹിയും ഇതെല്ലാം നമുക്ക് അള്ളാഹു ഓഫർ ചെയ്തല്ല. അപ്പം ആ ഓഫർ നമ്മൾ എന്താക്കരുത്, നമ്മൾ കളഞ്ഞു പോകരുത്. നമ്മൾ എന്താണ് പള്ളിയിൽ വന്ന് ഇത്തിക്കാഫിൻ്റെ നിയതി ചെയ്ത് എത്ര ഖുർആൻ ഓതാൻ കഴിയുന്നോ അത്ര കണ്ട് ഖുർആൻ ഓതിയ മക്കളെ നമ്മളെ കൽബും ശരീരവും ശുദ്ധീകരിച്ച് തീരുമാനട്ടെ. ഇപ്പം എല്ലാം ഫിത്നയും ഫസാദെല്ലാം അധികരിച്ച കാലമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഷർറിൽ നിന്ന് നമ്മളെല്ലാം നീ രക്ഷപ്പെടുത്തി തരണം. റഹ്മാനെ മാനായ റബ്ബി